ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആ ക്യാഷ് ബാക്ക് കിട്ടുന്ന എമൗണ്ട് എല്ലാം കൂടെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിൽ ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കിയിട്ട് മാത്രം ഈ ഒരു വെബ്സൈറ്റ് അതിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ചാനലിന്റെ അബൌട്ട് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ വെബ്സൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ അതിൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ നമ്പർ, പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ UPI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിടാതെന്ന് വെച്ചാൽ ഇപ്പൊ ഗൈഡ് ലൈൻസ് ഒക്കെ കുറെ മാറിയിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പൊ നമുക്ക് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കറക്റ്റ് ഉള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം UPI എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആയിട്ട് 3 UPI ആപ്ലിക്കേഷന്റെ പേരുകൾ കാണും. അവിടെ മൊബിവിക്ക്, ഫ്രീ ചാർജ്, അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ പേ. അപ്പൊ ഈ 3 കാണും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇപ്പൊ ഫ്രീ ചാർജ് എടുക്കുന്നതിന്റെ ഫ്രീ ചാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഒരു പിൻ നമ്പർ ചോദിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തൊരു പിൻ നമ്പർ ആണ്. അപ്പൊ ആ ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ചാർജിന് അതിലുള്ള UPI IDs ഏതൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു തരുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടാസ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഓരോരോ ടാസ്കുകൾ കാണാൻ പറ്റും. ഇപ്പൊ 100, 199 വരെയുള്ള ടാസ്ക്, അല്ലെങ്കിൽ 500 വരെയുള്ള ടാസ്ക്, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള എമൗണ്ട് ടാസ്ക് ഓരോന്നോരോന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം ഏതൊരു ടാസ്ക് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും, ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UPI ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് UPI ആപ്ലിക്കേഷൻ ഇത് കണക്ട്, ഇപ്പൊ ഫ്രീ ചാർജ് കണക്ട് ചെയ്യുന്നത് ഫ്രീ ചാർജ്, മൊബിവിക്ക് കണക്ട് ചെയ്യുന്നത് മൊബിവിക്ക്. അപ്പം ഈ ഒരു UPI ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ അതിൽ 100 ടാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 100 രൂപ ആ ഒരു അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് ട്രാൻസാക്ഷൻ ID ഉണ്ട്, ഒരു 12 ഡിജിറ്റിന്റെ ID ഉണ്ട്. അത് നമ്മൾ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ID നമ്മൾ പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത് കൺഫേം ചെയ്യാം. അപ്പോൾ കൺഫേം ചെയ്യുന്ന സമയത്ത് അവർ ഏകദേശം ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് നമ്മളിപ്പോൾ അതിന് 100 രൂപയുടെ ടാസ്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് ഏകദേശം 4 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 104 ആയിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക്, ഈ ഒരു നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും 104 ആയിട്ട്. ഇനി അതേപോലെ നിങ്ങൾ അതിൽ ഓരോരോ ടാസ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടാസ്ക് ചെയ്യുന്ന സമയത്ത് 4% നിങ്ങൾക്ക് കമ്മീഷൻ വരുന്നത്. 100 രൂപയുടെ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4% ക്യാഷ് ബാക്ക് കിട്ടും. ഇപ്പൊ 200 രൂപയുടെ ചെയ്യുന്നുണ്ടെങ്കിൽ 8 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ക്യാഷ് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ഓരോ ടാസ്കുകൾ ചെയ്തിട്ട് ഈ എമൗണ്ട് എല്ലാം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും വരുന്നത്. ഇനി ഇതിൽ വിഡ്രോവൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് വിഡ്രോവൽ ആണ്. നമ്മൾ ഓൾറെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു UPI IDയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അപ്പം മിക്കപ്പോഴും ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വരുന്നത് ഒന്നെങ്കിൽ 99 രൂപ വെച്ചായിരിക്കും എമൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ 199 രൂപ വെച്ചായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇടയ്ക്കും എല്ലാം നമുക്കിപ്പോൾ എമൗണ്ട് വിഡ്രോ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ UPI ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകൺഫേം ചെയ്താൽ മതി, അല്ലെങ്കിൽ റീവെരിഫൈ ചെയ്താൽ മതി. ഒരു OTP വരും, ആ ഒരു OTP എൻ്റർ ചെയ്ത് റീവെരിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വിഡ്രോവലും വരുന്നതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ വെബ്സൈറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ബോണസ് ആയിട്ട് ഏകദേശം 50 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു 50 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഓരോ UPI ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്ന സമയത്തും എക്സ്ട്രാ എമൗണ്ട് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിന് അതിലാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയാലും. അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ട്യൂട്ടോറിയൽ പോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ക്രീനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ അത് ഷെയർ ചെയ്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് കാരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേറെ തേർഡ് പാർട്ടി സൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തതിന്റെ കൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഹൈലൈറ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ,
അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ കിട്ടുന്ന ഒരു അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.